ഉർവശിയെ വിളിക്കണം. ഉർവശി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശോഭന ചേച്ചി. അതെ, ഉർവശിയെ പക്ഷേ വിളിക്കുമ്പോൾ പേടിയാണ് എപ്പോഴും കേട്ടോ. ഒരു ഹെഡ് മിസ്ട്രസിന്റെ സ്വഭാവവും കയ്യിലിരിപ്പുമാണ് ഉർവശിക്ക് എപ്പോഴും. സുരേഷ് അങ്ങനെയല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുണ്ട്. This call is now being recorded. Hello. ഹലോ. Hello. ഹായ് നന്ദിനി. ഹായ് മാം. നന്ദിനി. Yes. So is that you? Could you recognize my voice? Hello. Hello. Hi, sir. How are you doing? Hi dear. Hi dear. I can't get what you're saying. We are recording. We are on a show, and in fact we are. Yeah. That's lovely, sir. Yeah. We were talking about. In fact, the anchor was asking me about two films. One was Lelam. Yeah. And Yeah. the next film that popped up was Sundarapurushan. So after finishing the talk, I told them there is one thing in common. Both the films, Nandini is the heroine. Yeah. And suddenly the idea sprout up and we called you. Nice to have you. Okay. Still, hello. Yes, sir. Yes, sir. I'm right here. Have you not recognized me? I I have. have. Okay. My name? Suresh Gopi, sir. Oh. മനസ്സിലായി. ഓ മാം, സോ ഹാപ്പി ആക്ച്വലി. മാമിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലും നമ്മൾ വിചാരിച്ചില്ല. That's Meera. Anchor person. ഓക്കെ. കണക്ട് ആയി സർ. കണക്ട് ആയി ആൻഡ് സോ ഹാപ്പി ആക്ച്വലി. Hi sir, how are you doing? How are you doing? പ്ലിങ് പ്ലിങ് ആയെന്ന് പറഞ്ഞ പോലെ സുരേഷ് ഏട്ടാ. എല്ലാവരും കൂടി എനിക്കിട്ട് പണിഞ്ഞതാണല്ലേ. ഞാൻ എന്തിനാ ഈ സുന്ദരപുരുഷന്റെ കാര്യം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? യെസ്. So it's been so long. നൈസ്. Very nice. അങ്ങനെ ഇതാ സുരേഷ് ഏട്ടന്റെ 2 ഹിറ്റ് സിനിമകളുടെ നായിക ലേലം ആൻഡ് സുന്ദരപുരുഷനിലെത്തിയ. പണി തിരിച്ചു വരും. അയ്യോ സത്യമായിട്ടേ ഞാൻ മിണ്ടാതെ നിന്നെയാണ് കേട്ടോ. ഞാൻ മാം ആക്ച്വലി സർ വാസ് ആക്ച്വലി തിങ്കിങ് ലൈക്ക് വി വർ കണക്ടിങ് ത്രൂ ഓവർ ഫോൺ ആൻഡ് മാം വാസ് ഓൾ ഇൻ എ സഡൻ. ഞാൻ സുരേഷ് ഏട്ടൻ്റെ എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗിലായിരുന്നപ്പോഴേ സുരേഷ് ഏട്ടൻ ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരുന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഓ മാ, സുരേഷ് ഏട്ടൻ ശരിക്കും ഞെട്ടിയോ? ഞെട്ടലൊന്നുമില്ല, യക്ഷിയൊന്നും അല്ലല്ലോ. യക്ഷിയല്ലല്ലോ, അപ്പൊ ഞെട്ടിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, അപ്പൊ ഈ ജയറാം പാർവതി ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറിലേക്ക് ജയറാം വന്നത്, ഞാൻ വിചാരിച്ച് അതൊക്കെ നേരത്തെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെച്ച് വരുന്നതാണെന്നാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അല്ല എന്ന്. ശരിക്കും പാർവതിക്കിട്ട് പണി കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം മനസ്സിലായില്ലേ സാർ ഞങ്ങൾ മീഡിയക്കാരാരാണെന്ന്? ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ ലേലം എന്ന് പറഞ്ഞപ്പോ സോറി ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ് ഫിലിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സുന്ദരപുരുഷൻ സംബന്ധിച്ച് എങ്ങനെ കൊണ്ടുവരും നിങ്ങള്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു സുന്ദരി നായിക കാണാൻ കാത്തിരിക്കാന്ന്. അങ്ങനെ വിളിച്ച് ഞാൻ കേറ്റും. എങ്ങനെയെങ്കിലും ഞാൻ കേറ്റിയിരിക്കും ഇതിനകത്ത്. എന്റെ എല്ലാ നായികമാരും വരും ഇവിടെ. ഇനി നായികമാരുണ്ട്, ആരൊക്കെയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ശരിക്കും മാമിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സോമൻ സാർ ലേലത്തിൽ പറയുന്ന ഒരൊറ്റ ഡയലോഗുണ്ട്, പാലപ്പത്തിന്റെ നിറം അല്ലയോടാ. എനിക്ക് ആ ഡയലോഗാണ്. കാരണം മാമിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോഴും അല്ല, റഞ്ജിയും ആ ഡയലോഗ് എഴുതി വെച്ചത് കണ്ടതിന് ശേഷം
ശരിക്കും പാലപ്പത്തിന്റെ നിറമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇത്. It's news. You know Palappam, ma'am? Palappam? Yeah. You have like you ate Palappam. You have already somewhere you had a chance to eat Palappam. Or? No. No. Palappam actually it's a very sweet നമുക്ക് dish. മേടിച്ചു കൊടുക്കാം. മേടിച്ചു കൊടുക്കാം സീരി. പാലപ്പം അറേഞ്ച് ചെയ്തേക്ക്. എവിടെ ഡിക്സൺ ഉണ്ടോ? അഖിലുണ്ടല്ലോ. ആ പാലപ്പം അറേഞ്ച് ചെയ്യും. ഒരു പീസ് എനിക്കും കൂടി ചേട്ടാ. അല്ല അയ്യോടാ സീരിയസ്ലി മാം ആഫ്റ്റർ സോ ലോങ് യു ആർ മീറ്റിംഗ് സുരേഷ് ചേട്ടൻ വാട്ട്സ് എ ഫീലിംഗ് റൈറ്റ് നൗ? I'm feeling really excited and happy. So I think